ഇത്ര രാവിലെ ഈ ടൈപ്പ് സൂര്യനെ കണ്ടിട്ട് കുറെ കൊല്ലങ്ങളായി. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് പൊള്ളാച്ചിയിലാണുള്ളത്. പൊള്ളാച്ചിയിൽ എന്തൊക്കെയാ പരിപാടി എന്നുള്ളത് ഇന്ന് ഈ വ്ളോഗിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും വ്ളോഗ് കണ്ടോളൂ. അപ്പൊ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബസ്സിലായിരുന്നു വന്നത്, പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ ഈ സമയം തുടങ്ങി നമുക്ക് ഈ ഒരു വ്ളോഗ് കാണാലോ. അപ്പം here we go. അപ്പോൾ പൊള്ളാച്ചിയിൽ SRC കോളേജിൽ നമുക്കിന്നൊരു ഇവൻ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണോ ഈ പോകുന്നത്. ഈ കുരിപ്പിനെ നോക്കി വെച്ചോളൂ, ഇതാണ് നമ്മുടെ സാം. അപ്പോൾ അവിടെ കണ്ടൊരു ചെയർ, അവനത് പുതിയതായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. വീട്ടിൽ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടുവരുന്ന ഒരു ചെയറാണത്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു പട്ടിക്കുട്ടനെ കണ്ടു. അവന് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ കമ്പനി ആയിട്ടോ. ചെക്കനൊരു ഷിക്സുക്കുട്ടനാണ്, അടിപൊളിയായിരുന്നു. അവനിങ്ങനെ എല്ലാവരുടെയും മേത്തൊക്കെ കയറി ഇങ്ങനെ ചാടി പറഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അബില റിസോർട്ടിൻ്റെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പൂൾ അവൈലബിൾ ആണ്, ഫുഡ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ എങ്ങോട്ട് നോക്കിയാലും ഒരു ഗ്രീനറി വൈബാണ് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു റിസോർട്ടിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. ഈ ഓടി വരുന്നവനെയാണ് ഞാൻ ആദ്യം കണ്ടത്. അതിനുശേഷമാണ് ഇവൻ മാത്രമല്ല, ഇവിടെ കുറേയധികം പെറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഒരു ഫാം റിസോർട്ട് വൈബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അടിപൊളി സ്പോട്ട് തന്നെ. ലവ് ബേർഡ്സ് ഉണ്ട്, ഗിനിക്കോഴിയുണ്ട്, പ്രാവുണ്ട്, നമ്മുടെ സാധാ കോഴി, നമ്മുടെ നാടൻ കോഴികളുണ്ടായിരുന്നു. കോഴിന്ന് ഞാൻ ഉദ്ദേശിച്ചതാ ഇവനല്ല ഇത് നമ്മുടെ ഡി ജെ ശ്രീയാണത്. പക്ഷെ അവനെ കൊണ്ടൊരു തൊല്ലായിരുന്നു ഗൈസ്. നമ്മുടെ കിളിക്കുഞ്ഞിനെ പൂട്ടിയിട്ടത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പിങ്ക് ടീഷർട്ടില്ലേ, ആള് ചെറിയ പുള്ളിയൊന്നല്ല കേട്ടോ. നമ്മളിതാ വന്നിരിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പളാണ് ഗൈസ്. പിന്നെ നമ്മൾ റൂം യമുനയിലോട്ട് പോയി, എന്ന് വെച്ചാൽ എൻ്റെ റൂം. ഇവിടെ ഓരോ കോട്ടേജിനും ഓരോ പേരായിരുന്നു, അതും നദികളുടെ പേര്. യമുന, കൃഷ്ണ, കാവേരി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. റൂംസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, സർവീസും അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള റൂം. അങ്ങനെ ഞാൻ ഇവരുടെ റൂമിലോട്ട് ഇങ്ങ് പോന്നു. ഇവരുടെ റൂമിൻ്റെ പേര് കൃഷ്ണ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾ നേരെ കോളേജിലോട്ട് പോവാണ് സൗണ്ട് ചെക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. നമ്മൾ സൗണ്ട് ചെക്കിന് വന്നേക്കുവാണ്. സൗണ്ട് ചെക്ക് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നേരെ റൂമിൽ പോയിട്ട് റെഡിയായി. നമ്മുടെ ഇവന്റ് 6 o'clock സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പാக்கலாம். All set for? You are 27. Okay. എന്നാ ശരി, എന്നാ ടാറ്റാ. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ പ്രോഗ്രാം കാണാം. ஒரு வீடியோ எடுத்து நீ எப்படி எடுத்து ஆல் செட் ஃபார் யுவர் 2026 போட்டு ஏன் அவனை டாக் பண்ணி விட்டு SRC என்ன எடுக்காரு. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇതിന്റെ ഇടയിൽ നടന്ന കോമഡികൾ. അപ്പൊ നമ്മൾ റെഡിയായി ഗൈസ്. നമ്മൾ ഇവന്റ് നടക്കുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. ഹലോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മയിലിനെ കണ്ടു ഗൈസ്. മയിലിനെ മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ വേറൊരു സംഭവം സംഭവിച്ചു. ഇഞ്ചി മറപ്പ് ഇടുപ്പ പാത്ത് കസങ്കി പോണേണ്ടി ഈരവുതട്ടിൽ ചൂട് പറപ്പി ഇസ്തിരി പോടേണ്ടി. ആ ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഈ പാട്ടൊന്ന് പോസ്റ്റ് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫേമസ് ആയി ഗൈസ്, ഞങ്ങൾ ഫേമസ്. അങ്ങനെ SRC കോളേജിൽ ചെന്ന് ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ കണ്ടൊരു കൗതുകമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് കോട്ടയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ് കേട്ടോ SRC. സ്പോർട്സ് കോട്ടയിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് സീറ്റ്സ് അവൈലബിൾ ഉള്ള കോളേജും കൂടെയാണ് ഈ ഒരു SRC കോളേജ്. My dear Monica, love you Monica, baby Monica, SRC.
അങ്ങനെ നമ്മുടെ ഇവൻ്റൊക്കെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹാപ്പി ആയിരുന്നു എല്ലാവരും. സ്റ്റുഡൻസ് എല്ലാവരുടെയും കൂടെ ഫോട്ടോസ് എല്ലാം എടുത്തു. ഇതെന്താ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പിള്ളേർ പിന്നെയും നിന്ന് തുള്ളുന്നുണ്ടല്ലോ, എന്താണോ ഇത്? അതെ, അതാണ് കലാശക്കൊട്ടില്ലാതെ എന്ത് അല്ലേ. നമ്മുടെ കലാശക്കൊട്ട് നമ്മുടെ DJ ആയിരുന്നു. DJ ശ്രീ, നമ്മുടെ സ്വന്തം ശ്രീ ആയിരുന്നു കേട്ടോ DJ. അടിപൊളിയായിട്ടാണ് എൻ്റെ ചെയ്തത്. എല്ലാം കൊണ്ടും വൈബായി. അപ്പൊ ഗൈസ് നമ്മളിതാ ഇവിടുന്ന് നമ്മൾ റിസോർട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ അടുത്തിരിക്കണവൻ്റെ ചിരിയൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അവൻ ആദ്യമായിട്ട് ഒരു വ്ളോഗറിനെ നേരിട്ട് കണ്ടതിൻ്റെ അന്തം വിടൽ മാത്രം. ഇത് നമ്മളല്ലേ, നമ്മൾ തന്നെ. അതിനുശേഷം നമ്മൾ റിസോർട്ടിലോട്ട് പോയി. അവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. എല്ലാവരും എന്താ ഫുഡൊക്കെ കഴിക്കാൻ ടേബിളും ചെയറൊക്കെ എടുത്ത് ക്യാമ്പ് ഫയറിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വൈബായിരുന്നു, ഒരേ വൈബായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. റിസോർട്ടിലായാലും ഇവൻറ്റിൻ്റെ ഇടയ്ക്കായാലും എല്ലാവർക്കും പറഞ്ഞാൽ അന്ന് പോകാനേ തോന്നിയില്ല. പിന്നെ 24 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കഥാനായകനെ വിളിച്ച് പറഞ്ഞില്ല ഒരു സമാധാനം ഇല്ലല്ലോ. അങ്ങനെ അതും തീർത്തു. See you from Avila Resort. Yes. Bye bye. நல்லா இருந்துச்சு. So location வேணும்னா just comment below. அவ்வளவுதான். Subscribe செய்ய மறக்கരുത്. Subscribe. Follow VDJ Sits. Subscribe. At Instagram. Follow VDJ Sits. Ta 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 ta.